മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതായത് ഇത് നോൻപ് കാലത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. കർത്താവ് ഹോശാന പാടി എതിരേറ്റ് ജനങ്ങൾ കൂട്ടത്തിൻ്റെ ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജെറുസലേം കവാടത്തിൽ വരുമ്പോൾ, ജെറുസലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് കണ്ണീർ പൊഴിക്കും. കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിൽ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച. പിന്നെ ഹോശാന ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ. ലാസറിൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ചാലും ഹോശാന ഞായറാഴ്ച ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന്, ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? നോക്കൂ, അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യോഹന്നാൻ 11-ാം അധ്യായം 35-36 വാക്യങ്ങൾ. യേശു കണ്ണീർ പൊഴിച്ചു. യേശു കണ്ണീർ പൊഴിച്ചു. ദാസന്റെ ശവകുടീരത്തിലാണ് ഇത് സംഭവം. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അത് തന്നെയാണ് ജെറുസലേം ദേവാലയത്തെ കാണുമ്പോഴും ജെറുസലേം പട്ടണം കാണുമ്പോഴും ഹോശാന ഞായറാഴ്ച, ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഹോശാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു കാര്യമാണ് പറയുന്നത്, നോക്കൂ അവരെന്തുമാത്രം അവനെ അല്ലെങ്കിൽ അവരെ, അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന് അല്ല. എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത്. ജെറുസലേം പട്ടണത്തിലുള്ള 10,000-കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ്, അല്ലാതെ കല്ലും മണ്ണും കണ്ടിട്ടല്ല. ആ മനുഷ്യരെ കണ്ടിട്ടാണ് കണ്ണീർ വാർത്തത്. ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത കർത്താവ് ഹോശാന ഞായറാഴ്ച 1,000 പേരെ കാണുമ്പോൾ കണ്ണീർ വാർക്കുകയാണ്. എന്താണ്? അത് അപ്പായുടെ കണ്ണുനീരാണ്. ഈശോ ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നെന്ന് പറയത്തില്ലേ? ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ കണ്ണുനീര് പിതാവിൻ്റെ കണ്ണുനീരാണ്. യോഹന്നാൻ 14:9. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? നീ എന്നെ അറിയുന്നില്ലേ? സങ്കടമാ. ഇത് ഫിലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത 10,000-കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിനുണ്ടാകുന്ന ചങ്കിൻ്റെ വേദനയാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പോസ് അല്ല. കർത്താവിനെ അറിയാത്ത, ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞു പോകുമ്പോൾ, കാലയവനികൾ തിരിഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ്. അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനുള്ള കാലമാണ് നോൻപ് കാലം. ആ കാലത്തിലെല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ കാരണം 3:16 എന്താണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പിതാവിൻ്റെ കണ്ണുനീരാണ് ഹോശാന ഞായറാഴ്ച ജെറുസലേമിലെ 10,000-കണക്കിന് മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുനീർ വീഴുന്നത് പിതാവാണ്. ഇതിന് പാട്രി പസിയോണിസം എന്ന് പറയും. പിതാവ് യേശുവിലൂടെ കരയുന്നു. അതാണ് നിന്റെ ഭവനം. പിന്നെയാണത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ്. എന്താണ്? ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യവുമായിരിക്കുന്നു. ഇതാ നിന്റെ ഭവനം പരിത്യത്വവും ശൂന്യമായിരിക്കുന്നു. എന്താണ് കാരണം? എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന്. ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ്. അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ആരോഗ്യന്മാർ പോലും കടയറ്റ് വീഴുന്നൊരു കാലഘട്ടമാണ്. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. അത് കർത്താവ് പറയുന്നത്, അതിൻ്റെ ഭവനം പരിത്യത്വവും ശൂന്യവുമായിരിക്കുന്നു. ഇതാ നിൻ്റെ ഭവനം പരിത്യത്വവും ശൂന്യമായിരിക്കുന്നു. എന്താണ് കാരണം? എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന്.
ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ്. അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവും നമുക്ക് ആർക്കും അറിയത്തില്ല. ആരോഗ്യന്മാർ പോലും കടയറ്റ് വീഴുന്നൊരു കാലഘട്ടമാണ്. നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. അത് കർത്താവ് പറയണത്, ഇതാ എൻ്റെ സന്ദർശത്തിൻ്റെ സമയം, അവസരം നീ അറിഞ്ഞില്ല. ഈ നോൻപിന് ഇനിയും നോൻപിൻ്റെ അരുവിലെ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ചങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിലേക്ക് വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം, കർത്താവിനോട് ഐക്യത്തട്ടി പുലർത്താം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ മനസ്താപനം ചെല്ലുമ്പോഴേ എനിക്ക് ഉള്ളിൽ ചിരി വരും. എന്താ കാര്യം, എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകളൊന്നാം മനസ്താപനം. അതിനകത്ത് പറയണത്, ഈ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അത് സഹിക്കാൻ പറ്റാത്ത സംഭവമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു തുണയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ. പാവം ചെയ്യാമെന്ന് പിന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തരം ദൈവത്തിനോട് കെട്ടിയെഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത്. അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു, കർത്താവ് ഈ സ്വയം വഞ്ചന മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മനസ്താപമെന്ന് പറയണത് അത് ചെലണമൊക്കെ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹൃദയത്തിൽ ദൈവസ്നേഹം വരുമ്പോൾ, ദൈവസ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ്. മനസ്താപനത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാണ്? തേറ്റത്തിൻ്റെ പ്രകാരം എന്നാണ്. ആരുടെ തേറ്റമാണ്? തേറുക എന്ന് വെച്ചാൽ കരയുക. ആരുടെ തേറ്റമാണ്? ആത്മാവിൻ്റെ തേറ്റമാണ്. ആരാണ്? കർത്താവേ, നിൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിൻ്റെ നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ദീരണങ്ങളാണ്, അർത്ഥവത്തായ. അപ്പോൾ നോൻപ് കാലത്ത് പശ്ചാത്താപത്തേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി, ഇനി നീ ചെയ്യുന്ന സിരിവാപാദ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും, കേൾക്കുന്നവർ കൂടുന്ന കുരിശിൻ്റെ വഴികളും, അതുപോലെ നീ തരുന്ന ദാനധർമ്മങ്ങൾ, എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവസ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.